4 പതിറ്റാണ്ടുകളിലേറെയായിട്ടും കേരളത്തിന് പിടിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു കുറ്റവാളിയാണ് സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്നത്. കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന കാര്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള യാതൊരു വിവരവുമില്ല. എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ ക്രൈംബ്രാഞ്ചും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഇരുട്ടിൽ തപ്പുകയാണ്. ഇപ്പം വീണ്ടും ഈ ഒരു കേസിൽ നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്താൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ. ഈ കേസ് വീണ്ടും ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാകുമോ? ഇങ്ങനെ ഒരു നീക്കം നടത്തിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ യഥാർത്ഥത്തിൽ? അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്തല്ലേ കളരിക്ക് പുറത്ത്, അതായിരിക്കും ഈ കേസ് അന്വേഷിക്കുമ്പോൾ പോലീസിന് സംഭവിക്കാൻ പോകുന്നത്. സുകുമാരക്കുറുപ്പിനെ നീണ്ട 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ കേരള പോലീസിനും രമേശ് ചെന്നിത്തലയ്ക്കും അവരുടെ തൊപ്പിയിലെ ഒരു പൊന്തൂവലായിട്ട് ഈ അറസ്റ്റ് മാറും. നേരെ മറിച്ച് കാലാകാലങ്ങളിലായിട്ട് കേരള പോലീസിന് സുകുമാരക്കുറുപ്പ് കേസ് അന്വേഷിക്കുന്ന വിഷയത്തിൽ സംഭവിച്ച അതേ തിരിച്ചടി ഇവിടെയും വന്നാൽ പോലീസ് നാണം കെട്ട് ഇനി ഒരിക്കലും കേരള പോലീസിന് അതിന്റെ ഇമേജ് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ കേരള പോലീസിനാണ്. ഇതൊരു വലിയൊരു ചൂതാട്ടമാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ യുധിഷ്ഠിരനെ പോലെ ചെന്നിത്തല ചൂതാട്ടത്തിലേക്ക് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചൂതാട്ടത്തിലേക്ക് പോയിട്ട് ഒന്നുകിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും, വീണ്ടും മഹാഭാരത യുദ്ധത്തിലേക്ക് ചെന്നിത്തലയ്ക്ക് പോകേണ്ട വരും. അത് ഇത് ഏതായാലും ഈ പോലീസിനെ സംബന്ധിച്ച് എല്ലാ കാലവും സുകുമാരക്കുറുപ്പ് എന്തോ ഒരു ഒബ്സഷനാണ്. ആ ഒബ്സഷൻ എന്ന് പറയുന്നത് പോലീസ് ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായ ചില പിഴവുകൾ വരുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ഞാൻ മാധ്യമങ്ങളിലൂടെയും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുമുണ്ട്. മാധ്യമങ്ങളിലൂടെയും പോലീസിലൂടെയും ഒക്കെ ഉള്ള ഒരു വിലയിരുത്തൽ, സുകുമാരക്കുറുപ്പ് എന്ന വ്യക്തി അദ്ദേഹത്തിന് ഇൻഷുറൻസ് തുക ലഭിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ പോലെ ഇരിക്കുന്ന ഒരാളെ കാറിലിട്ട് തീ വെച്ച് കരിച്ചു കൊന്നിട്ട് ആ ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു. ഇൻഷുറൻസ് തുക എന്ന് പറയുന്നത് ഏതാണ്ട് അന്നത്തെ കാലത്തെ ഒരു 10 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും. വലിയ തുകയാണെന്ന്. അന്നത്തെ 10 ലക്ഷം രൂപ ഒരുപക്ഷെ ഇന്നത്തെ ഒരു 2 കോടി രൂപയാണെന്ന് നമ്മൾ കൂട്ടിക്കും. പക്ഷേ ഇതിലൊരു തെറ്റ് പോലീസിനുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ 10 ലക്ഷം രൂപ അതിനേക്കാളൊക്കെ അപ്പുറത്തെ വലിയ പണക്കാരനായിരുന്നു ആ കാലഘട്ടത്തിൽ സുകുമാരക്കുറുപ്പ്. സുകുമാരക്കുറുപ്പ് അന്താരാഷ്ട്ര വേദികളിൽ അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു കള്ളക്കടത്തുകാരനായിരുന്നു, ഒരു സ്മഗ്ലറായിരുന്നു. ഇവിടെ സുകുമാരക്കുറുപ്പ് ചെയ്തത്, സുകുമാരക്കുറുപ്പ് മാത്രമല്ല ലോകത്തിലെ എല്ലാ ചാര സംഘടനകളും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് മൊസാദാണ് അത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇനി സുകുമാരക്കുറുപ്പ് മൊസാദിന്റെ ഏജന്റായിട്ട് മാറിയിരുന്നോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം സൗദി അറേബ്യ പോയ വ്യക്തിയാണ്, മിഡിൽ ഈസ്റ്റിൽ താമസിച്ച വ്യക്തിയാണ്, വളരെയധികം ഡെയറിങ് ആയിട്ടുള്ള ആളാണ്, വളരെ സാഹസികൻ, ആർമിയുടെ പരിശീലനം കിട്ടിയ എയർഫോഴ്സിൽ, ഇന്ത്യൻ എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു സാഹചര്യം പറയാം, അതായത് ഈ ഒരു ചോദ്യം, ഇത് എൻ്റെ ഒരു നിഗമനം പറയുക. അതായത് സുകുമാരക്കുറുപ്പ് എന്ന വ്യക്തി അതീവ ധനികനായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം അപ്രത്യക്ഷനാകും, അദ്ദേഹം ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടും. അദ്ദേഹം ചാക്കോ എന്ന വ്യക്തിയെ കൊന്നിട്ട് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനല്ല ശ്രമിച്ചത്. എന്റെ വിലയിരുത്തലാണ്, അദ്ദേഹം പുതുതായിട്ടൊരു വ്യക്തിത്വം സൃഷ്ടിച്ച് താൻ മരിച്ചുപോയി എന്ന് പോലീസിന്റെയും സർക്കാരിന്റെയും രേഖകൾ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം വേറൊരു രൂപത്തിൽ വേറൊരു പേര് സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു ചെയ്തത്. അവിടെ ഒരു പിഴവ് സംഭവിച്ചു. കേരള പോലീസിന്റെ ഈ അന്വേഷണങ്ങളെല്ലാം പരാജയപ്പെട്ടതിന്റെ കാരണം, കേരള പോലീസ് ഇത് വളരെ ലളിതമായിട്ട് ഈ സുകുമാരക്കുറുപ്പ് ഏതോ ഒരു കള്ളൻ ഒരുത്തനെ കൊന്ന് പിന്നെ അയാള് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കള്ളം കേരള പോലീസ് തന്നെ പ്രചരിപ്പിച്ചു. ഒരുപക്ഷെ സുകുമാരക്കുറുപ്പിന്റെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിയ, അച്ചാരം വാങ്ങിയ കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാർ അയാൾ തന്നെ പറഞ്ഞു കൊടുത്ത കള്ളം പ്രചരിപ്പിച്ചതാവണം. അയാള് പുതിയൊരു വ്യക്തി ഐഡന്റിറ്റി സ്വീകരിച്ച് പുതിയ ഒരു വ്യക്തിയായിട്ട് ലോകത്തെവിടെയോ ജീവിക്കുന്നു. ഇസ്രായേലിന്റെ മൊസാദ്
ഇതേ രീതിയിൽ പല ആൾക്കാരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. മൊസാദിന്റെ പല, ഇപ്പം ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, സിറിയയിൽ വന്നിട്ട് സിറിയയിൽ വലിയ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തിയ മൊസാദിന്റെ ലോകം കണ്ട ഏറ്റവും വലിയ ചാരന്മാരിൽ ഒരാളായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം 1960-കളിൽ അന്നൊക്കെ ഈ തന്ത്രം ലോകത്തിലെ എല്ലാ ചാര സംഘടനകളും സ്വീകരിക്കുന്ന ഒരു തന്ത്രമാണ്. ഇവിടെ സുകുമാരക്കുറുപ്പ് പണ്ട് അങ്ങനെ തന്ത്രം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് സുകുമാരക്കുറുപ്പ് അങ്ങനെ ഒരു തന്ത്രമായിരിക്കാം സ്വീകരിച്ചതെന്ന് സംശയിച്ചത്? കാരണം ഞാന് പൊതുവിടത്തിൽ വന്ന മാധ്യമങ്ങളിൽ, എനിക്കൊന്ന് കേരള ശബ്ദത്തിലോ എന്തോ ആണ്, ഒരിക്കൽ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എഴുതിയ ഒരു ലേഖനം ഉണ്ടായിരുന്നു. ആ ലേഖനത്തിൽ നിന്ന് ഞാൻ വായിച്ചത് സുകുമാരക്കുറുപ്പിന്റെ യഥാർത്ഥ പേര് ഗോപാലകൃഷ്ണപിള്ള എന്നാണ്. ഗോപാലകൃഷ്ണപിള്ളയായ സുകുമാരക്കുറുപ്പ് ഇന്ത്യയുടെ ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു സാധാരണ സൈനിക എയർമാനായിട്ട് ജോലി ചെയ്യുക. അങ്ങനെ ജോലി ചെയ്യുന്ന ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് ഈ എയർഫോഴ്സിലൊക്കെ അന്നൊക്കെ ചെറിയ ശമ്പളമാണ്. ഈ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്ത് അങ്ങനെ ഒരു ചെറിയ ആളായി ജീവിച്ച റിട്ടയർഡ് പട്ടാളക്കാരന് കേരളത്തിന്റെ നാട്ടിൻപുറത്തൊന്നും വലിയ ബഹുമാനമൊന്നുമില്ല. ആ ബഹുമാനം ഇല്ലാത്ത ഒരവസ്ഥയിൽ അങ്ങനെ ജീവിച്ചു പോകാൻ കുറുപ്പ് ആഗ്രഹിച്ചിട്ടില്ല. അപ്പൊ കുറുപ്പ് ഈ എയർഫോഴ്സിൽ നിന്നും ഈ നേരത്തെ തന്നെ അങ്ങ് പുറത്തിയാക്കണമെന്ന് വിചാരിച്ചു. അന്നൊക്കെ ഈ സൈന്യത്തിലൊക്കെ ജോലിക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗതയിലൊന്നും നമുക്ക് ഈ നമ്മുടെ കോൺട്രാക്ട് തീരുന്നിടം വരെ അവിടെ നിന്നേ പറ്റും. അപ്പോ സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെ പുറത്തു കിടക്കണം? അതിന് പണ്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു പണിയുണ്ട്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഈ പഴയ പട്ടാളക്കാരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ശർക്കരയും അരിയും കൂടെ കുഴച്ചിട്ട് അവർ കഴിക്കും. എന്നിട്ട് അവർക്ക് ക്ഷയരോഗമാണെന്ന് വരുത്തിയിട്ടുണ്ട്. ക്ഷയരോഗത്തിനായിട്ട് പോയിട്ട് എക്സ്റേ എടുക്കുമ്പോൾ ഇത് ഈ ലങ്സിലൊക്കെ കാണാൻ പറ്റുമെന്നോ അങ്ങനെ എന്തോ ഒരു തന്ത്രം അവർക്കുണ്ടായിരുന്നു. അത് ആർമിയിലെ ഡോക്ടർമാരുടെയും ഇവരുടെയൊക്കെ സഹായത്തോടുകൂടി ചെയ്യുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ ഇവനെ സർവീസിൽ നിന്ന് പറഞ്ഞു വിടാമെന്ന് ആർമി തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് തന്ത്രങ്ങൾ പ്രയോഗിച്ച്, ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കേണ്ട, ഇങ്ങനെ പല തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ട് അന്നത്തെ ആൾക്കാര് സൈന്യത്തിലെ നിർബന്ധിത ആ പീരീഡിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു, കോൺട്രാക്ട് പീരീഡിൽ. സുകുമാരക്കുറുപ്പ് അങ്ങനെ പല തന്ത്രം ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഇയാൾ ആ സമയത്ത് കല്യാണം കഴിച്ചിരുന്നു, ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു. ഈ സമയത്ത് ഇയാൾ ബോംബെ എയർപോർട്ടിൽ വെച്ച് ഇയാളുടെ കുടുംബത്തിൽ പണ്ട് അടുക്കള ജോലിക്ക് നിന്ന ഒരു സ്ത്രീയുടെ മകളെ ബോംബെ എയർപോർട്ടിൽ വെച്ച് കാണുന്നു. ആ സ്ത്രീക്ക് ആ കാലഘട്ടത്തിൽ അവർക്ക് സൗദി അറേബ്യയിൽ നഴ്സാണ്. അങ്ങനെ നഴ്സായ അവരെ കണ്ടിട്ട് അവരെ സുകുമാരക്കുറുപ്പിന് വളരെ ചെറുപ്പത്തിലെ സുകുമാരക്കുറുപ്പിന് അവരിൽ കുറച്ച് താല്പര്യമുണ്ട്. അങ്ങനെയാണ് സുകുമാരക്കുറുപ്പ് യഥാർത്ഥത്തിൽ ഈ ഒരു ആശയത്തിലേക്ക്, അതായത് തനിക്ക് ഗൾഫിലേക്ക് കടക്കാൻ ഒരു വഴിയുണ്ട് എന്നുള്ളത് സുകുമാരക്കുറുപ്പിന് മുന്നിൽ തെളിഞ്ഞു. അങ്ങനെ ഗൾഫിലേക്ക് പോകാൻ തയ്യാറായി. പക്ഷെ ഗൾഫിലേക്ക് പോകണമെങ്കിൽ സൈന്യത്തിൽ നിന്ന് വിടുതൽ കിട്ടണം. എങ്ങനെ വിടുതൽ കിട്ടും? അതായി പിന്നത്തെ ചിന്ത. ഈ രണ്ടാമത് വിവാഹം കഴിക്കുന്ന ഈ പഴയ വീട്ടുജോലിക്കാരിയുടെ മകളായ നഴ്സ് സുകുമാരക്കുറുപ്പിനെ പോലെ തന്നെ ഡെയറിങ്ങും സുകുമാരക്കുറുപ്പിനെ പോലെ കുതന്ത്രത്തിൽ താല്പര്യമുള്ളവരും കുറുപ്പിന്റെ ഏത് പ്രവൃത്തിയിലും കുറുപ്പിനോടൊപ്പം നിൽക്കാൻ പോകുന്നവളുമായി ഇവർ രണ്ടുപേരൂടെ ചേരുമ്പോഴാണ് ഒരു ഗോപാലകൃഷ്ണപിള്ളയിൽ നിന്നും സുകുമാരക്കുറുപ്പായിട്ട് മാറുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരാണ് പിള്ള എന്നുള്ളത്, അമ്മ വഴിക്ക് ഉള്ള സർനെയിം സ്ഥാനപ്പേര് കുറുപ്പെന്നാണ്. അപ്പം ഗോപാലകൃഷ്ണപിള്ള ഒരു തന്ത്രമെന്ന്, ഗോപാലകൃഷ്ണപിള്ള നാട്ടിൽ വന്നിട്ട് ഈ ചെറിയനാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളാണ്, മാന്നാറിനടുത്താണ് ചെറിയനാട്ടെ ലോക്കൽ പോലീസിനെ സ്വാധീനിച്ച് ഗോപാലകൃഷ്ണപിള്ള ഉള്ള രോഗം വന്ന് മരിച്ചുവെന്ന് പ്രാദേശിക ഡോക്ടർമാർ അന്നത്തെ സർക്കാർ അവിടുത്തെ ആശുപത്രിയിലുമൊക്കെ അവർക്കൊക്കെ കൈക്കൂലി കൊടുത്ത് റെക്കോർഡ് ഉണ്ടാക്കി സുകുമാരക്കുറുപ്പ് ഈ ഗോപാലകൃഷ്ണപിള്ള മരിച്ചതായിട്ട് രേഖകൾ ഉണ്ടാക്കിയിട്ട് സുകുമാരക്കുറുപ്പ് പുതിയ ഒരാളായിട്ട് അവതരിച്ചു. അങ്ങനെയാണ് സുകുമാരക്കുറുപ്പ് ജനിക്കുന്നത്. അതിനു മുമ്പ് ഗോപാലകൃഷ്ണപിള്ളയെ. സുകുമാരക്കുറുപ്പ് ആയതിനു ശേഷം ആ പേരിൽ അദ്ദേഹം പാസ്പോർട്ട് എടുക്കുന്നു. അപ്പൊ കുറുപ്പെന്ന പേര് അത്ര തെറ്റുമല്ല, കാരണം ഇദ്ദേഹത്തിന്റെ അമ്മ വഴിക്ക് കുറുപ്പ് സ്ഥാനമുണ്ട്. അപ്പൊ ആ കുറുപ്പായിട്ട് പുള്ളി ആ വഴിക്ക് ആ പേര് സ്വീകരിച്ചു. ഗോപാലകൃഷ്ണപിള്ള മരിച്ചു, സുകുമാരക്കുറുപ്പായി. സുകുമാരക്കുറുപ്പ് ഗൾഫിൽ പോയി, പിന്നീട് തിരിച്ചു വന്നു. പിന്നെയാണ് ഈ ചാക്കോയെ യാദൃശ്യമായിട്ട് കാണുകയും കൊല്ലുകയും ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കൽ ഐഡന്റിറ്റി മാറ്റിയ ചരിത്രമുള്ള വ്യക്തിയാണ് സുകുമാരക്കുറുപ്പ്. അപ്പൊ അതിന്റെ ഗുണം അയാൾക്കറിയാം. അതുകൊണ്ടായിരിക്കണം അയാൾ രണ്ടാമത് ഐഡന്റിറ്റി മാറ്റിയത്.
അല്ല നമ്മൾ സാധാരണ കേരള പോലീസ് അല്ല പറഞ്ഞു വരുത്തിയതുപോലെ ഒരു ആ, ആ ഒരു ഇൻഷുറൻസ് തുക എടുക്കാനാണ് ഞാൻ കരുതുന്നില്ല. ചോദിച്ചു. അല്ല ഇത്രയും വർഷമായിട്ട് എന്തുകൊണ്ട് കുറുപ്പിനെ പിടിക്കാൻ പറ്റിയില്ല? പോലീസിന് സംഭവിച്ച വീഴ്ചകൾ എന്തൊക്കെയാണ്? അത് കുറുപ്പിന്റെ അടുത്ത് വരെ എത്തിയിട്ടും കൈകളിൽ നിന്ന് മിസ്സായി പോയി എന്നൊക്കെയാണ് പല പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ പറഞ്ഞിട്ടുള്ളത് നേരത്തെ. സാർ ഇപ്പൊ ഇതിൽ പറഞ്ഞ പോലെ ഇതേ സ്പൈ ആണ് എന്നൊക്കെയുള്ള ഒരു സൂചനകളെ, മൊസാദിന്റെ സ്പൈ ആണ് എന്നൊക്കെയുള്ള അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ശരിക്കും ഉണ്ടോ? അല്ല, ഒരു സംശയം ചോദിച്ചാ. കാരണം ഈ ഒരു പ്രവൃത്തി ഞാൻ പറഞ്ഞല്ലോ, അതായത് ആളിനെ മാറ്റി, ഐഡന്റിറ്റി മാറ്റി പുതിയ ആളാക്കുന്നത് ലോകത്തിൽ ചാര സംഘടനകളുടെ ഒരു രീതിയാണ്. അതായത് പിന്നെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ മരിച്ച രേഖകൾ ഉണ്ടാക്കും. നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു പുതിയ വ്യക്തിത്വമാകും. പലപ്പോഴും നിങ്ങളെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങളുടെ രൂപവും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം മാറും. നിങ്ങൾ പുതിയ വിവാഹം കഴിക്കുന്നു, പുതിയ സ്ഥലത്ത് ചെന്ന് താമസിക്കുന്നു. ചാര സംഘടനകളുടെ ചരിത്രത്തിൽ ഇത് വളരെ സ്വാഭാവികമാണ്. ഞാൻ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മളൊരിക്കൽ മറ്റൊരു ചാനലിൽ അത് ചർച്ച ചെയ്തതാണ്. സിറിയയിൽ വെച്ച് ലോകം കണ്ട ഏറ്റവും വലിയ ചാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം സിറിയൻ പ്രസിഡന്റ് അന്ന് ബാഷർ അൽ ആസാദിന്റെ അച്ഛൻ ഹഫീസ് അൽ ആസാദ് ആയിരുന്നു അവിടുത്തെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ സൈനിക തീരുമാനങ്ങൾ എടുക്കാൻ പോലും അഞ്ചംഗ സംഘത്തിൽ ഒരാളായിട്ട് മാറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഇദ്ദേഹം അറബിയായിട്ട് ഇദ്ദേഹത്തിന് ആദ്യം ചെയ്തത് ഈ വ്യക്തിയെ അവര് വേറൊരു രാജ്യത്ത് കൊണ്ട് അർജന്റീനയിൽ എന്തോ കൊണ്ട് താമസിപ്പിച്ചു. അവിടെ വെച്ച് അവിടെ താമസിക്കുന്ന അറബികളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഇയാൾ മാറി. അവിടെ ഇയാൾ ഒരു കച്ചവടം ചെയ്തു. അവിടുത്തെ ലോക്കൽ അറബികളുടെ വിശ്വാസം പിടിച്ചു പറ്റി. ലോക്കലായിട്ട് മൈഗ്രന്റ് സിറിയക്കാരുടെ കൂടെ താമസിച്ചു. അവരുടെ എല്ലാ രീതികളും മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയതിനു ശേഷം പുതിയ വ്യക്തിയായിട്ട് വന്നു. അപ്പോ എന്തുകൊണ്ട് സുകുമാരക്കുറുപ്പ് അങ്ങനെ ചെയ്തുകൂടാ? കാരണം സുകുമാരക്കുറുപ്പ് ഈ ഐഡന്റിറ്റി മാറ്റുന്ന പരിപാടി 27ാമത്തെ വയസ്സ് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു അത് അയാള് ഇന്ത്യൻ ഒരു പഴയ വീട്ടുജോലിക്കാരിയെ കണ്ടപ്പോ അങ്ങനെ കുറ്റകൃത്യം ചെയ്യാനായിട്ട് മാറി എന്നുള്ളതാണ്. പക്ഷെ അതൊന്നുമല്ല. അന്നേ അയാൾ ഏതെങ്കിലും ചാരസംഘടനയുടെ ആളായിരുന്നെങ്കിലും, ഇന്ത്യൻ സൈന്യത്തിൽ പ്രവർത്തിച്ച സുകുമാരക്കുറുപ്പ് ഏതെങ്കിലും വിദേശ ചാര സംഘടനകളുടെ ആളായിരുന്നെങ്കിലും, ഞാനൊരു സംശയം ചോദിക്കുകയാണ്. അല്ല എന്ന് നിങ്ങൾക്ക് പറയാം. പിന്നെ കേരള പോലീസ് പിന്നെ കയ്യിൽ കിട്ടി, ഇപ്പൊ കിട്ടി, ഇപ്പൊ അയാൾ വഴുതി പോയി എന്നൊക്കെ പറയുന്നത്, ഈ റിട്ടയർഡ് പോലീസുകാരും റിട്ടയർഡ് പട്ടാളക്കാരും അവർ ഒരുപാട് കഥകൾ പറയും. ആ കഥയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പലപ്പോഴും പൊടിപ്പും തൊങ്ങലും ചേർത്ത് ഈ പോലീസിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഇല്ലാത്ത കത്തി ഉണ്ടാക്കി, ഇല്ലാത്ത തെളിവുണ്ടാക്കി, ഇല്ലാത്ത കഥ പറഞ്ഞിട്ടാണ് ഇതുപോലൊരു കഥ അവരിവിടെ ഉണ്ടാക്കും. സുകുമാരക്കുറുപ്പിനെ പിടിച്ചില്ലെങ്കിലും പിടിക്കാൻ പോയി എന്ന് പറയുന്ന അന്തസ്സാണെന്ന് കരുതുന്ന റിട്ടയർഡ് പോലീസുകാർ. അത് മനസ്സിലായത് ഗൗതം? അപ്പോ ഇതില് എന്റെ ഒരു വിലയിരുത്തലില് ഈ ഒരു സുകുമാരക്കുറുപ്പിന്റെ കേസിൽ ഞാൻ എനിക്ക് തോന്നുന്നു റിട്ടയർഡ് ഒരു IG ആയിരുന്ന ഒരു വ്യക്തി ഒരിക്കൽ ഒരു ലേഖനം എഴുതിയിരുന്നു. എനിക്ക് തോന്നുന്നു സത്താർ കുഞ്ഞോ അങ്ങനെ ആരോ ആണ്. അപ്പൊ അദ്ദേഹം എഴുതിയിരുന്നത് ഈ കേരള പോലീസ് സുകുമാരക്കുറുപ്പ് വേട്ടയിൽ കേരള പോലീസ് ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ചു. സുകുമാരക്കുറുപ്പ് എന്ന വ്യക്തി 6 അടിയിലധികം ഉയരമുള്ള ഒരു വ്യക്തിയാണ്. ഏത് ആൾക്കൂട്ടത്തിൽ നിന്നാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന 6 അടിയിൽ മേൽ ഉയരമുള്ള നല്ല ദൃഢാഗാത്രനായ വ്യക്തിയാണ്. പിന്നെ സുകുമാരക്കുറുപ്പ് ആണെന്ന് കരുതി കേരള പോലീസ് പിന്തുടരുകയും ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. 1990-കൾ വരെ ഇത് നിരന്തരം കുറുപ്പ് വേട്ട കേരളത്തിലെ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ വലിയൊരു സംഭവമായിരുന്നു. ഈ കുറുപ്പ് വേട്ട എന്ന് പറഞ്ഞിട്ടൊരു വല്ലാത്തൊരു ഭ്രാന്തുണ്ടായിരുന്നു കേരളത്തിൽ. എങ്ങനെ ഇന്ന വീട്ടിൽ സുകുമാരക്കുറുപ്പ് ഇരിക്കുന്നു എന്ന് കണ്ട ആൾക്കാർ വീട് വളയുകയും ആ വീട്ടിൽ താമസിക്കുന്നവരെയൊക്കെ പിടിച്ച് പുറത്തിറക്കുകയും ചിലപ്പം നിരപരാധികളെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അന്നുണ്ടായ സംഭവങ്ങളിൽ പിടിക്കപ്പെട്ടവരെ എല്ലാം 5 അടി 6 ഇഞ്ചോ അതിൽ താഴെയോ ഉയരമുള്ളവരാണ്. അപ്പൊ പിടിച്ച പോലീസുകാർക്ക് പോലും ബേസിക് ഇൻഫർമേഷൻ പോലും അവര് കറക്റ്റ് ആക്കിയിട്ടില്ല. മനസ്സിലായോ? 6 അടി പൊക്കം ഉണ്ടോ പ്രതിക്ക്, സംശയത്തിലിരിക്കുന്ന വ്യക്തിക്ക് 6 അടി പൊക്കം ഉണ്ടോ എന്ന് നോക്കിയാൽ മതിയല്ലോ. കുറുപ്പാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാം. ഏതായാലും 6 അടി പൊക്കമുള്ള ആള് കാല് മുറിച്ചിട്ട് 5.5 അടി പൊക്കം ആവണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട്. അങ്ങനെ നടക്കില്ല. അപ്പോ പോലീസ് കണ്ടെത്തിയിട്ടുള്ള പലരും കുറുപ്പുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരാണ്. അപ്പൊ പോലീസ് പിടിച്ചു കുറുപ്പിനെ എന്നൊക്കെ പറയുന്ന, വഴുതി പോയി എന്നൊക്കെ പറയുന്നത് ശുദ്ധ കള്ളത്തരമാണ്. അത് വെറുതെ ന്യൂസ് വാല്യൂ കിട്ടാൻ വേണ്ടി റിട്ടയർഡ് ഏമാന്മാര് നടത്തുന്ന ഒരു വെടിവട്ടത്തിന്റെ ഭാഗമായിട്ട് അവർ നടത്തുന്നതാണ്. അതൊന്നും വിശ്വസിക്കേണ്ട. ഇവരൊക്കെ സർവീസ് ചെയ്യുന്നപ്പോ ഇവനൊക്കെ എന്തെങ്കിലും ചെയ്തു?
ഈ കഴിഞ്ഞ ദിവസം സുകുമാരക്കുറുപ്പിനെയൊക്കെ വീട് മോഹനം പിള്ള എന്ന് പറയുന്ന കൊല്ലംകാരനായ ഒരാൾ, അയാള് 40 വർഷം പോലീസിനെ വെട്ടിച്ചിട്ട് കഴിഞ്ഞ ദിവസം അയാള് പിന്നെ ഒരു തെറ്റ് കാണിച്ചപ്പോ അയാൾ പിടിക്കപ്പെട്ടു. പോലീസിന്റെ മഹത്വമൊന്നുമല്ല, മോഹനപിള്ള കാണിച്ച ഒരു മണ്ടത്തരമാണ്. ഈ മോഹനപിള്ള വെറും സാധാ കുറ്റവാളിയാണ്, കൂലിപ്പണി ചെയ്യുന്ന ഒരു കുറ്റവാളിയാണ്. സുകുമാരക്കുറുപ്പ് കൂലിപ്പണി ചെയ്യുന്ന ആളല്ല. കേരളത്തിൽ എത്രയോ കുറ്റവാളികൾ ഇതുപോലെ ഒളിച്ചു നടക്കുന്നുണ്ട്. എത്ര പണ്ട് 1990-കളിൽ ഈ ചാവക്കാട് ഭാഗത്ത് 6ഓളം BJP RSS പ്രവർത്തകർ കൊല്ലപ്പെട്ടു. അത് കൊല്ലപ്പെട്ടതൊക്കെ CPM-കാരാണെന്ന് പറഞ്ഞ് ഒരു CPM പ്രവർത്തകനെ തന്നെ അറസ്റ്റ് ചെയ്ത്, CPI-കാരനാണെന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ട് വർഷങ്ങളുടെ ജയിലിൽ കിടന്നതിന് ശേഷമാണ് പിന്നീടാണ് അതിന്റെ സത്യം അറിയുന്നത്. ജമിയത്തുൽ ഇഹ്സാനിയ എന്ന ഒരു തീവ്രവാദ സംഘടന കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു. ആ ജമിയത്തുൽ ഇഹ്സാനിയാണ് ഈ RSS-കാരെ കൊണ്ടത്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ കേരളത്തിൽ നടന്നു. പോലീസ് ഇവിടെ എല്ലാം ഇതെല്ലാം പിടിക്കുവാണ്. കേരളത്തിൽ എത്രയോ അറിയപ്പെടുന്ന വ്യക്തികള് അപ്രത്യക്ഷരായി. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയുക, മാവേലിക്കര രാമചന്ദ്രൻ എന്ന ഒരു പത്രപ്രവർത്തകൻ ന്യൂഡൽഹിയിൽ നിന്നും ആകാശവാണിയിൽ വാർത്ത വായിക്കുന്ന വ്യക്തിയാണ്. മാവേലിക്കര രാമചന്ദ്രനെ കാണാതെ പോയി, ഇതുവരെ പിടിച്ച് എവിടെയാണെന്ന് ആർക്കും അറിയാൻ വയ്യ. സോണിയം ഭട്ടതിരിപ്പാട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സോണിയം ഭട്ടതിരിപ്പാട് എന്ന പേര് ഗൗതമനോടാണ് ഞാൻ ചോദിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ സ്വദേശം. മൂകാംബിക ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം ഈ മനുഷ്യനെ കാണാതായി, ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ എവിടെ പോയി ആർക്കും അറിയാൻ. കേരള പോലീസിന് പിടിക്കാൻ പറ്റാത്ത 100 കണക്കിന് കേസുണ്ട്, ലോങ് പെൻഡിങ് വാറന്റുകളുണ്ട്. അപ്രത്യക്ഷിതരായവരെ കണ്ടെത്താതിരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ കേരള പോലീസ് എന്തുകൊണ്ട് പിടിച്ചില്ല എന്ന് ചോദിച്ചാൽ കേരള പോലീസിന് ഇതൊരു നിത്യസംഭവമാണ്. കേരള പോലീസ് അങ്ങനെ എല്ലാം രേഖപ്പെടുത്തി അടുത്ത് ചെല്ലുമ്പോൾ പോലീസ് പിടിക്കുന്നതാണ്, അല്ലാതെ അത് വലിയൊരു കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നു. സുകുമാരക്കുറുപ്പ് എന്റെ നോട്ടത്തിൽ കേരള പോലീസിന് സുകുമാരക്കുറുപ്പിന്റെ കേസിൽ അടിസ്ഥാനപരമായ മിസ്റ്റേക്ക് സംഭവിച്ചു. അവരുടെ മൊത്തം കൺസെപ്റ്റ് മാറ്റിയിട്ട് അത് അന്വേഷിക്കണം. അല്ലാതെ CCTV-യും പിന്നെ മറ്റേ ടെലിഫോൺ സംഭാഷണവും ഒക്കെ വെച്ചിട്ട് ടവറും വെച്ചിട്ട് ആളിനെ പിടിക്കുന്ന രീതി സുകുമാരക്കുറുപ്പിന്റെ കേസിൽ നടക്കത്തില്ല. അത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് ഈ സുകുമാരക്കുറുപ്പിന്റെ അടുത്ത് പോലും എത്താൻ പറ്റത്തില്ല. അവസാനം വീണ്ടും ഇതിന്റെ പേരിൽ കേരള പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഗൾഫിൽ പോവും, പല രാജ്യങ്ങൾ സന്ദർശിക്കും, ഒടുവിൽ വീണ്ടും കേസ് എഴുതിത്തള്ളുന്നു. അതിലേക്ക് പോകരുത്. അങ്ങനെ സംഭവിച്ചാൽ ശ്രീ രമേശ് ചെന്നിത്തല നാണം കെടും. അദ്ദേഹം ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തൊപ്പിയിലെ പൊന്തൂവലായിരിക്കും. പക്ഷെ ഇയാളെ പിടിച്ചിട്ടില്ലെങ്കിൽ ഈ കൊട്ടിഘോഷിച്ചൊന്നും നടക്കണ്ട, രഹസ്യമായിട്ടൊരു അന്വേഷണം നടത്തുക. പിടിച്ചാൽ നല്ല കാര്യം, പിടിച്ചില്ലെങ്കിൽ അത് ആരും അറിയാതെ പോകണം. തീർച്ചയായിട്ടും. എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ആഭ്യന്തരമന്ത്രി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് എല്ലാ വിജയവും ആശംസിക്കുന്നു. ഈ അല്ല സാറേ, ഇനിയിപ്പം സാറേ അദ്ദേഹം പോയി ചാടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് സുകുമാരക്കുറുപ്പിന് എത്ര വയസ്സുണ്ടാകും? 80 വയസ്സൊക്കെ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്ര കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. നമ്മൾ ഈ വർത്തങ്ങളിൽ നിന്ന് വായിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഈ സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുകയോ എന്തോ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈസ്കൂളിൽ പഠിക്കുന്ന എന്തോ ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ ഇത് കരുവാറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ പിന്നെ തട്ടിക്കൊണ്ട് പോകുന്നതും റോഡിൽ മണ്ണെണ്ണ ഒഴിച്ച് ഇയാളെ കത്തിക്കുന്നതും. ഈ കരുവാറ്റ പ്രദേശത്ത് ഒരുപാട് അപകട മരണങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് റോഡിലൊക്കെ ഓരോ ശവങ്ങൾ കിടക്കുന്നത്. ഒരിക്കൽ ഞാൻ ബസ്സിൽ ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ റോഡിൽ 1.5 കിലോമീറ്റർ ദൂരം ഒരു ശവശരീരം ചതഞ്ഞരഞ്ഞ് റോഡിൽ വെള്ളമായിട്ട് കിടക്കുന്ന ഞാൻ കണ്ടു. അപ്പോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ചെന്നിത്തലയുടെ ഓപ്പറേഷന് ഞാൻ എല്ലാ വിജയവും ആശംസിക്കുന്നു. അദ്ദേഹത്തിനെ വഴിതെറ്റിക്കുന്ന ഒരു സംഘം പോലീസുകാരുടെ ഒരു കൂട്ടായ്മയിൽ പോയി അദ്ദേഹം ചാടാതിരിക്കട്ടെ, അവരുടെ കക്ഷത്തിൽ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.